വലൈക്കും സ്ലാം. ഇതിന് ഞാൻ പറയുന്ന പോലെ നിങ്ങൾ ചെയ്യാം, അപ്പോൾ നടുവേദന മാറും. കരിനെച്ചി ഇല അത് വാട്ടിയിട്ട് അരച്ച് നീരെടുക്കുക, അര ഔൺസ് ആവണക്കെണ്ണയും ചേർത്തിട്ട് രാവിലെ വെറും വയറ്റ് കഴിക്കാൻ കൊടുക്കുക. എന്നിട്ട് കുടിക്കാൻ ചൂടുവെള്ളം കൊടുക്കുക. കംപ്ലീറ്റ് വയറിളകും, ശരി, നീരെല്ലാം ഒരുപാട് ഓരോ ഇതും പോകും. അങ്ങനെ പറ്റുമെങ്കിൽ 2 ദിവസം ചെയ്യുക. എന്നിട്ട് ചങ്ങലം പരണ്ട എന്നുള്ള ഒരു ചെടിയുണ്ട്, ചങ്ങല പോലെ ഉണ്ടാവുക, ഈ മതിലിൻ്റെ മുകളിലെല്ലാം കാണാം. ആ ചങ്ങലം പരണ്ട ചെറുങ്ങനെ ചതച്ച് വെളിച്ചെണ്ണയിലിട്ട് കാച്ചി എണ്ണ എടുക്കുക. ആ എണ്ണ നട്ടലിൻ്റെ മുകളിൽ ചൂടോട് കൂടിയിട്ട് ഒഴിക്കുക. അധികം തിളക്കണ്ട, പൊള്ളുന്ന ചൂടല്ല, ആ മിതമായ ചൂടിൽ നട്ടലിൻ്റെ കഴുത്ത് മുതൽ നട്ടൽ വരെ തേക്കുക. എന്നിട്ട് നല്ലോണം മസാജ് ചെയ്യുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2-3 ദിവസം ചെയ്ത് കഴിഞ്ഞാൽ ആ നടുവേദന മാറിക്കിട്ടും. ഇനി വേറൊന്ന്, ഇതിൻ്റെ മുകളിൽ തന്നെ നട്ടലിൻ്റെ മുകളിൽ കൊട്ടൻ ചക്കാതെ എണ്ണയും കർപ്പൂരായ തൈലും മഹാനാരായണ തൈലും മിക്സ് ചെയ്ത് പുരട്ടുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ എരിക്കിൻ്റെ ഇല വെക്കുക. വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കട്ടിയിലെ കോട്ടൺ തുണി നനച്ചിട്ട് കട്ടിയോടുകൂടി വെക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ പാത്രത്തിൽ വെള്ളം ചൂടാക്കിയിട്ട് വെക്കുക. ഇനി അതിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇസ്തിരി പെട്ടി ചൂടാക്കി വെച്ച് കൊടുക്കുക. അടിയിൽ നല്ല പൊള്ളാതെ നോക്കണം, കാരണം എന്നാൽ പെട്ടെന്ന് അത് ചൂട് വലിക്കും. എവിടെയാണോ നീർക്കിട്ടുള്ളത് അവിടെ ആ ഭാഗം ചിലപ്പോൾ പൊള്ളിന്ന് വരും, അതുകൊണ്ട് സൂക്ഷിക്കുക. ഇനി അങ്ങനെ പൊള്ളിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒലിവ് ഓയിൽ, കറ്റാർ വാഴ, തേന്, കറ്റാർ വാഴൻ്റെ ജെല്ല്, തേന്, ഒലിവ് ഓയിൽ, തേങ്ങാപ്പാൽ ഇത് മിക്സ് ചെയ്ത് പുരട്ടുക.